കുരിശിലെഴുതിയ സ്നേഹം, കരുണ ചൊരിയുന്നൊരു സ്നേഹം, ക്രൂശിതനാഥന്റെ സ്നേഹം. ഉൽപ്പത്തി പുസ്തകം 17 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളിൽ നാം കണ്ടുമുട്ടുന്ന കഥാപാത്രമാണ് ഇസഹാക്ക്. അബ്രാമിനെ അബ്രാഹമാക്കുകയും സാറായിയെ സാറായാക്കുകയും ചെയ്തുകൊണ്ട് ദൈവം നൽകിയ വാഗ്ദാനത്തിന്റെ തുടർച്ച. ചിരിക്കുന്നവൻ സാറായിയുടെ പരിഹാസച്ചിരിയെയും വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമായി മകൻ ജനിച്ചതിന്റെ സന്തോഷത്തിന്റെ പുഞ്ചിരിയെയും അർത്ഥമാക്കിക്കൊണ്ട് ഇസഹാക്ക് കടന്നു വന്നു ചിരിക്കുന്നവനായി. മോറിയ മലയിലേക്ക് മരത്തടിയും കൊണ്ട് കടന്നു പോകുന്നവൻ കുരിശുമരവും കൊണ്ട് കാൽവരിയിലേക്ക് നടക്കുന്ന ക്രിസ്തുവിന്റെ പ്രതിരൂപമാണ്. വാഗ്ദാനങ്ങളുടെ തുടർച്ചയായി തനിക്ക് പൈതൃകമായി ലഭിച്ച പൈതൃകാശീർവാദം യാക്കോബിന് നൽകിക്കൊണ്ട് അവൻ ആ വാഗ്ദാനത്തിന്റെ തുടർച്ച പൂർത്തിയാക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ദൈവം തരുന്ന വലിയ അനുഗ്രഹങ്ങൾ പൈതൃകങ്ങളായി തലമുറയായി കൈമാറി വന്നത് തുടർന്നും കൈമാറാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്നുള്ള ഓർമ്മ നമുക്കുണ്ടോ? നമ്മുടെ പിതാക്കന്മാരിൽ നിന്നും കൈമാറി വന്ന പൈതൃകമായ വിശ്വാസം നമ്മുടെ പിൻതലമുറയ്ക്ക് കൃത്യമായിട്ട് കൊടുക്കുന്ന ദൗത്യ നിർവഹണം എന്തുമാത്രം വിശ്വസ്തയോടെ നാം നിർവഹിക്കുന്നു എന്ന് നമുക്കൊന്ന് പരിചിന്തനം ചെയ്യാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.